സാംസൺ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. ഇനി ആ അതിജീവിത ഇല്ല. ഒരുപക്ഷെ ആ അതിജീവിതയ്ക്ക് ഇനി വേദനകൾ ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മരണത്തോടുകൂടി എല്ലാം പൂർണ്ണമാവുന്നു. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ചു. മുൻ സുഹൃത്തിൻ്റെ ആക്രമണത്തിനിരയായി കഴിഞ്ഞ 6 ദിവസമായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. രേണുക രാജേന്ദ്രൻ ഈ ദുഃഖകരമായ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. രേണുക. ഇപ്പോഴാണ് ഈ കുട്ടിയുടെ ഒരു വിവരം വന്നിരിക്കുന്നത്. മരിച്ചു എന്നതാണ് വിവരം. കഴിഞ്ഞ 6 ദിവസമായി വെന്റിലേറ്ററിന്റെ ചികിത്സയിലായിരുന്നു ഈ കുട്ടി ഇരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന നിർണായകമായ ഒരു വിവരവും ഇത് തന്നെയാണ്. കുട്ടി മരിച്ചു എന്നതാണ്. പ്രതി ഇപ്പോൾ എന്തായാലും പ്രതിയുടെ പേരിൽ ഇപ്പോൾ ഒരു കൊലപാതകം എന്നുള്ളൊരു കേസും കൂടെ ചുമത്തേണ്ടതുണ്ട്. അതിക്രൂരമായ രീതിയിലാണ് ഈ പ്രതി ഈ ഒരു കുട്ടിയെ നമ്മൾ മർദ്ദിച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. തന്റെ എതിർപ്പ് മറികടന്ന് അവൾ പലരോടും സംസാരിച്ചു എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരണം തന്നെ ഉണ്ടായിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. മറ്റാരുമായി സംസാരിച്ചാലും ബുദ്ധിമുട്ടുന്ന ഈ പ്രതി ആ ഒരു സംശയം എന്നൊരൊറ്റ പേരിലാണ് ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്നതും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതും. മാരകമായി ചുറ്റിക പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തും തലയ്ക്കുമൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തലയുടെ പുറകിലുണ്ടായ ഒരു അഗാധമായ മുറിവും അതോടൊപ്പം തന്നെ കഴുത്ത് നെരിച്ചതും ശ്വാസകോശം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രതിയുടെ ഒരു സംഭവങ്ങളാണ് ഈ കുട്ടി ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വളരെ അവിഷ്ട നിലയിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. മർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് ഈ കുട്ടി ഒരു ആത്മഹത്യക്ക് പോലും ശ്രമിച്ചത്. 6 ദിവസം വെന്റിലേറ്ററിൽ ഈ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി മരിച്ചു എന്നുള്ള ഒരു ദാരുണമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. 2029 പോക്സോ കേസിലെ ഒരു അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി. മുൻപും ഇതേപോലെ ഒരു പോക്സോയിൽ നിന്നും ഒരു അതിജീവിതയാണ് ഈ പെൺകുട്ടി. വീണ്ടും ഇതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇരയായിരിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പ്രതിയായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് കഞ്ചാവ് കേസുകളിലും മറ്റു കേസുകളിലുമുള്ള വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. നിലവിൽ ജോലിയോ അല്ലെങ്കിൽ പഠിത്തമോ ഉള്ള കാര്യങ്ങളെ പറ്റി ലഭ്യമല്ല. നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല. മറ്റു സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിലും കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഒരാളാണ് ഈ കുട്ടി. ലഹരിക്ക് അടിമയാണ് ഇയാൾ. ഈ പെൺകുട്ടിക്ക് ഇയാൾ പലതവണ ലഹരി നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഇനിയും കുറെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പ്രതിയുടെ പേരിൽ ഇനി ഒരു കൊലപാതക ശ്രമം. വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി പി സതീദേവി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ പി സതീദേവി, ചോറ്റാനിക്കരയിലെ ഈ പോക്സോ അതിജീവിത ജീവിച്ചിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാവണമെന്നുള്ളത്, അവരുടെ മൊഴി എടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെ. ഒപ്പം അവർ അതിജീവിച്ച് കാണിക്കണമെന്നുള്ള ഒരു സ്ത്രീ ശക്തിയുടെ സാന്നിധ്യമാവുക. ഈ 2 കാര്യങ്ങളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ദുഃഖപ്പെട്ടിരിക്കുന്നതിന് പകരം ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോയി പ്രതിക്കെതിരെ ഏതൊക്കെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്? ഈ പോക്സോ കേസുകളിലെ അതിജീവിതകൾക്ക് മതിയായ പരിരക്ഷ കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിജീവിതകൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ, പ്രത്യേകിച്ച് അവർ അക്രമിയിൽ നിന്ന് ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് മതിയായ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് ഈ പെൺകുട്ടി അതിക്രമത്തിന് ഇരയായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്രമിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, അയാള് ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെ അയാളിൽ നിന്ന് ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് മതിയായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ കഴിയേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളിൽ അതിജീവിതകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് മതിയായിട്ടുള്ള ആത്മവിശ്വാസം പകർന്നു നൽകാൻ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണം ഈ കാര്യത്തിൽ അനിവാര്യമാണ്. നമ്മുടെ പെൺകുട്ടികൾ ഈ പ്രണയത്തിന്റെ വലയിൽപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ട് അവസാനം വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരകളാകുന്നു എന്നുള്ള സാഹചര്യം വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടുന്നത് അനിവാര്യമാണ്.
അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയ ശക്തമായിട്ടുള്ള രൂപത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും അതുപോലെ തന്നെ കൗമാര പ്രായക്കാർക്കിടയിലും കൃത്യമായിട്ടുള്ള രൂപത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ അനിവാര്യത തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. പോലീസ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എത്രത്തോളം ഇടപെട്ടു എന്നുള്ള കാര്യം സംബന്ധിച്ച് വനിതാ കമ്മീഷൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടും. പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ആണധികാര മനോഭാവത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ അതിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായിട്ടുള്ളത്. ഈ കാര്യം സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ഉടൻ തന്നെ റിപ്പോർട്ട് തേടും എന്ന് പറയുകയാണ്. വനിതാ കമ്മീഷന്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാത്തരം കേസുകളിൽ നിന്നും വ്യത്യസ്തവും വിചിത്രവും അത്രമേൽ സങ്കീർണവുമായിരുന്നോ ഈ ഒരു കേസ്? ഇതിപ്പോ വാർത്താ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ കേസിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. വനിതാ കമ്മീഷന്റെ മുമ്പാകെ എത്തുന്ന പരാതികളിൽ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. ഇത് പോക്സോ കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കമ്മീഷന്റെ ഒരു പരിധിയിൽ വരുന്ന കാര്യമായിരുന്നില്ല. പോക്സോ കേസിന്റെ വിക്ടിം ഇപ്പൊ പ്രായപൂർത്തിയായി എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ട്. ഇപ്പൊ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇപ്പോ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾക്ക് നിയമപരമായിട്ട് ഇടിച്ചു കയറി നിയമത്തിന് ഇടപെടാൻ കഴിയാത്ത രീതിയിൽ സൗഹൃദത്തെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ഒരു നിലപാടുകൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? അല്ല, സൗഹൃദത്തെ സംബന്ധിച്ച് വളരെ വികലമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് അന്യോന്യം ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ആളുകളെ കുറിച്ച് മനസ്സിലാകാതെ ബന്ധങ്ങളിലേക്ക് നീങ്ങുകയും അത് പ്രണയബന്ധമാണ് എന്ന് ധരിച്ച് അത്തരം ബന്ധങ്ങളിലേക്ക് എത്തി പിന്നീട് വളരെ വൈകിട്ടായിരിക്കും താൻ വളരെ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തണം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും എങ്ങനെയായിരിക്കണം കൃത്യമായിട്ടുള്ള സൗഹൃദപൂർണമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആൺകുട്ടികൾക്കും ബോധവൽക്കരണം അനിവാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് പാഠ്യപദ്ധതിയിൽ തന്നെ എങ്ങനെയായിരിക്കണം ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ, ഹെൽത്തി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ആവശ്യമായിട്ടുള്ള ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നാണ് വനിതാ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷ ഉണ്ടാവുകയും ചെയ്യണമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓർഡിനൻസിന്റെ ഒരു ആവശ്യകത ഇപ്പോൾ ഈ ഒരു മരണം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഓർഡിനൻസ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് മതിയായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആ നിയമങ്ങളെ കുറിച്ച് എത്രത്തോളം കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ആ നിയമങ്ങളുടെ പ്രയോജനം യഥായോഗ്യം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത കൂടി കേരളീയ സമൂഹത്തിൽ അനിവാര്യമാണ്. അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുന്നു എന്ന് കാണുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമുക്ക് നിയമങ്ങളുടേതായിട്ടുള്ള ഒരു അപര്യാപ്തതയുണ്ട് എന്ന് തോന്നുന്നില്ല. ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള വീഴ്ചകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിക്കാൻ ഇടവരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്നിപ്പോ ചോറ്റാനിക്കരയിലെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി അതിക്രമത്തിന് ഇരയാവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള വല്ല വീഴ്ചയും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുമാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ തേടണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഒരേ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ കേസിൽ ഈ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പോക്സോ അതിജീവിത മരിച്ച സ്ഥിതിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു മൊഴിയും എടുക്കാൻ കഴിയാത്തത് കൊണ്ട്, മുൻപ് മൊഴി എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ ഗുരുതരാവസ്ഥയിലായതുകൊണ്ടും ഈ പറയുന്ന പ്രതിക്ക് ഈ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയെ അക്രമത്തിന് ഇരയാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, ഭീഷണിയുണ്ട് എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സാഹചര്യ തെളിവുകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഉള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നത് തന്നെയാണ് കാണുന്നത്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് പോലീസിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടും. ഓക്കെ.
നന്ദി ശ്രീമതി പി സതീദേവി. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ച പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുമെന്നാണ് വനിതാ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷ പി സതീദേവി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. രേണുക രാജേന്ദ്രൻ ഈ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. രേണുക രാജേന്ദ്രൻ, ഈ ഒരു സംഭവത്തിൽ ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ ഈ മരണം എന്ന് പറയുന്നത് ആ മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് ഒരു തരത്തിൽ പോലും താഴോട്ട് പോകാത്ത രീതിയിൽ അതീവ ഗുരുതരാവസ്ഥയുടെ അവസ്ഥയിൽ തന്നെയായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. ഒരു തരത്തിലും ആശ്വാസകരമായ വാർത്തകൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ സജീവവുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇനി ഈ കേസ് കൊലക്കുറ്റത്തിന് ചുമത്തപ്പെട്ട് കോടതിയിലേക്ക് വരുമ്പോൾ പ്രതിയുടെ ആക്രമണ സ്വഭാവം, പ്രതിയുടെ ലഹരിക്കടിപ്പെട്ട സ്വഭാവം, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ടോക്സിക് പ്രകൃതം, ആ പ്രതി ഇനി വയ്ക്കാൻ സാധ്യതയുള്ള ഒരു അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ, ആ അഭിഭാഷകന് ഈ പെൺകുട്ടിയെക്കുറിച്ച് എന്തും പറയാവുന്ന രീതിയിൽ, നിയമത്തിൻ്റെ മുമ്പിൽ എന്തും പറയാവുന്ന രീതിയിലുള്ള ഒരു ഇടം തുറന്നു കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഏത് രീതിയിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ മൊഴികളുടെ അടിസ്ഥാനത്തിലും ബന്ധുക്കളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും വിശദീകരിക്കാൻ കഴിയുക? അതേ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ബന്ധം ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഒരു വർഷത്തെ ഒരു ബന്ധമാണ് ഇരുവർക്കുമുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടിയുടെ മൃതദേഹം പുറത്തു കൊണ്ടുവരുന്നത് പുറത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീകുട്ടിയുടെ മൃതദേഹം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നാളെ തന്നെ കളമശ്ശേരിയിൽ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുന്നതാണ്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് മൃതദേഹം മോർച്ചറിലേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹം മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? അതെ അതെ. നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ മോർച്ചറിയിലേക്കാണ് ലഭിച്ചിരിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. നിലവിൽ ഇവിടുത്തെ ആശുപത്രിയിൽ നിന്നും മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. നാളെയോടെ തന്നെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി ആശുപത്രിയിൽ കാണും. ഇവിടുത്തെ ആശുപത്രി ഇപ്പോഴുള്ള സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് തന്നെ മൃതദേഹം മാറ്റുകയാണ്. അവിടെ ബന്ധുക്കളോ മറ്റോ ഒക്കെ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ബന്ധുക്കൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ യുവതി മരിച്ചിരിക്കുന്നു. മരിച്ച ആ പെൺകുട്ടിയുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുൻ സുഹൃത്തിൻ്റെ, നമ്മൾ ഇതുവരെയും ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച ആ ആൺ സുഹൃത്ത് എന്ന വാക്ക് എത്രത്തോളം ശരിയാണ്, മുൻ സുഹൃത്ത് എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ മുൻ സുഹൃത്തിൻ്റെ പീഡനത്തിന് ഇരയായ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മുൻ സുഹൃത്തിൻ്റെ മർദ്ദനമേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. 6 ദിവസമായി അവർ ജീവന് വേണ്ടി പൊരുതുകയായിരുന്നു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഈ പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ അതിക്രമമാണ് എന്ന് പോലീസ് പറയുന്നു. അവരുടെ ശരീരം അത് തെളിയിക്കുന്നു. ബന്ധുക്കളുടെ മൊഴികൾ അത് തെളിയിക്കുന്നു. ശാരീരികമായ പീഡനം എന്ന് പറയുമ്പോൾ അത് അർദ്ധനഗ്നമായ രീതിയിലാണ് അവരുടെ ശരീരം കണ്ടെത്തിയത് എന്നത് തന്നെ അടിച്ച്, പീഡിപ്പിച്ച്, ചോരയൊലിപ്പിച്ച്, ചുറ്റിക കൊണ്ടടിച്ച്, അതിനിടയിൽ ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ശരീരം വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് മോർച്ചറിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ ഒറ്റവാക്യത്തിൽ പറയുമ്പോൾ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടത്. അർദ്ധനഗ്നമായ നിലയിലായിരുന്നു അവരുടെ മൃതദേഹം. കയ്യിലെ മുറിവ്, ആ മുറിവിനെക്കുറിച്ച് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത രേണുക രാജേന്ദ്രൻ്റെ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ഉറുമ്പരിച്ച നിലയിലായിരുന്നു കയ്യിലെ മുറിവ് എന്ന് പറയുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി അനൂപിനെ പിടികൂടിയത്. പോക്സോ അതിജീവിതയാണ് ഈ പെൺകുട്ടി. അതിൻ്റെ പശ്ചാത്തലം അവർക്കുണ്ട്. അവരുടെ മാനസിക ഘടനയും ഒരു പക്ഷേ പോക്സോ അതിക്രമത്തിന് വിധേയയായതിൻ്റെ മനോഘടനയുള്ള ഒരു പെൺകുട്ടി കൂടിയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ പറയുന്ന ഇത്രയധികം മർദ്ദനങ്ങൾ ഏൽപ്പിച്ച അതിക്രൂരനായ ഈ വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നത്, സൗഹൃദത്തിലാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന അതിക്രൂരനായ സുഹൃത്ത് പെൺകുട്ടി താമസിച്ചിരുന്ന ചോറ്റാനിക്കരയിലെ വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്നു.
അമ്മയുമായിട്ട് അത്രമേൽ ചേർച്ചയിലായിരുന്നില്ല. അമ്മയുമായി ഈ പെൺകുട്ടിയെ ഒരു അസ്വാരസ്യത്തിലായിരുന്നു ചില ഘട്ടങ്ങളിലൊക്കെ എന്ന് ചിലർ പറയുന്നുണ്ട്. അമ്മ മറ്റൊരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. പെൺകുട്ടി സാധാരണ വീട്ടിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഈ സംഭവ ദിവസം തർക്കം ഉണ്ടായി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രതി, ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന പ്രതി, പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ തല ഇയാൾ ഭിത്തിയിൽ നിരന്തരമായിട്ട് ഇടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പോയി ചത്തൂടെ നിനക്ക് എന്ന് പലതവണ ചോദിച്ചതായി, പെൺകുട്ടിയോട് ചോദിച്ചതായി ഇയാൾ പറഞ്ഞതായിട്ട് പോലീസിൻ്റെ ഭാഷ്യത്തിലുണ്ട്. അതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പെൺകുട്ടി ഷാളിൽ തൂങ്ങിക്കൊണ്ട് മരണവെപ്രാളത്തിലായതോടുകൂടിയാണ് അയാൾ ഷാൾ മുറിച്ചത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനുശേഷവും അനൂപ് എന്ന് പറയുന്ന ഈ പ്രതി പെൺകുട്ടിയെ ഉപദ്രവിച്ചു, പിന്നീട് മരിച്ചു എന്ന് കരുതി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ തൻ്റെ ആക്രമണത്തിലും തൻ്റെ നിരന്തരമായ ആക്രമണത്തിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നതൊക്കെ അയാളുടെ ഭാഷ്യമാണ്. അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നു. രക്ഷപ്പെടുത്തിയെങ്കിൽ അതിനുശേഷവും വീണ്ടും ആക്രമിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം മരിച്ചു എന്ന് കരുതി രക്ഷപ്പെടുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ ചേർക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റിയിരിക്കുന്നു. പെൺകുട്ടിയുടെ കയ്യിലെ മുറിവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. അർദ്ധനഗ്നാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ചേർന്നാണ് തൃപ്പൂണിത്തുറയിലെ ഗവൺമെൻറ് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചത്. പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഈ യുവതി ഇപ്പോൾ മരിച്ചതോടെ മുൻ സുഹൃത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടുമെന്നാണ് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ തത്സമയം സംസാരിച്ച വനിതാ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചത്. ഈ പെൺകുട്ടിക്ക് രാത്രി മുഴുവൻ തുടർച്ചയായിട്ടുള്ള മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മർദ്ദനത്തിൽ അവരുടെ ആന്തരികാവയവങ്ങൾക്കേറ്റ വലിയ ചതവും ഒടിവും അത് ഈ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിഭീകരമായ രീതിയിൽ മർദ്ദിച്ചു. 6 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അങ്ങനെ അതിഭീകരമായ കൊടും ക്രൂരതയ്ക്ക് വിധേയയായിട്ടാണ് ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത്. ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം നമ്മൾക്ക് ഊഹിക്കാൻ കഴിയും. തല ഭിത്തിയിൽ ഇടിപ്പിച്ചു, ശ്വാസം മുട്ടിപ്പിച്ചു, ഒരു പൂർണ്ണ രാത്രി മുഴുവൻ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി, മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിഞ്ഞു. 6 ദിവസം അങ്ങനെ തുടർച്ചയായിട്ട്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന എന്ന വാക്കൊക്കെ നമ്മൾ പറഞ്ഞ് അത് ആവർത്തന വിരസമായിട്ട് മാറിയെങ്കിലും ഇത് കേൾക്കുമ്പോൾ വീണ്ടും നിരന്തരമായ മരവിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് മരവിച്ചു പോയ നമ്മുടെ മനസ്സിന് പക്ഷേ ഇത് അത്രമേൽ ക്രൂരം തന്നെയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള വികാരങ്ങൾ. മരുന്നുകളോട് പ്രതികരിക്കാൻ കഴിയാതെ അനക്കമറ്റ് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് മകൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷേ ഉണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ അമ്മ അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നത്. അവർ ICUവിന് വെളിയിൽ കാത്തിരുന്നു. പ്രതീക്ഷകളെല്ലാം ബാക്കി വയ്ക്കിക്കൊണ്ട് ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. കഴുത്തിൽ കയർ മുറുകി, കയ്യിൽ മുറിവേറ്റ് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുമായിട്ട് അത്രമേൽ സൗഹാർദ്ദത്തിലായിരുന്നില്ല മകൾ എന്ന് പറയുമ്പോൾ ഒരു സൗഹൃദം അവൾ ആഗ്രഹിച്ചിരുന്നു. ആ സൗഹൃദം ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്ന വ്യക്തി അവളുടെ ജീവിതത്തെയും അവളുടെ മാനസിക ഘടനയെയും ശരീരത്തെയും എല്ലാം തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രൂരമായ മനോഭാവമുള്ള ലഹരിക്കടിപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നു. ഈ യുവാവിന് സംശയ സ്വഭാവമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ വീട്ടിലേക്ക് മറ്റാരും വരാൻ പാടില്ല, ഈ പെൺകുട്ടിയോട് ആരും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചാൽ ഉടൻ തന്നെ ഇയാൾ വന്ന് അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും മറ്റും ചെയ്യുന്നു. അതിനുശേഷവും ആ വ്യക്തിയോട് പൂർണ്ണമായും ബന്ധം അവസാനിപ്പിച്ച് പോകാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ചിരിക്കുന്നു, മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ വാർത്ത ഇവിടെ തീരുന്നില്ല, ഇത് തുടരേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇതേപോലെയുള്ള സൗഹൃദങ്ങൾ
ആ സൗഹൃദങ്ങളുടെ മറവിൽ പുരുഷാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആക്രമണങ്ങൾക്ക് ഇരയായിത്തീരുന്ന കൊച്ചു പെൺകുട്ടികൾ പുറത്തു വരാത്ത വാർത്തകളാണ് അധികവും. പുറത്തു വരുന്ന വാർത്തയിൽ മാത്രമാണ് നാം നിൽക്കുന്നത്. പുറത്തു വരാത്ത വാർത്തകളിലേക്ക് കൂടി സംസ്ഥാന വനിതാ കമ്മീഷനും നമ്മുടെ നിയമ സംവിധാനവും ആഭ്യന്തര വകുപ്പും പോലീസും അരിച്ചു പെറുക്കി അന്വേഷണം നടത്തേണ്ടതില്ലേ? അല്ലെങ്കിൽ പുറത്തു വരാത്ത വാർത്തകൾ അവിടെ കുമിഞ്ഞുകൂടും, ഇതേപോലെ മരണം സംഭവിക്കും, പ്രതികൾ വീണ്ടും വീണ്ടും അടുത്ത സൗഹൃദങ്ങളെ തേടി ലഹരിയും കാമാവേശവുമായിട്ട് മുന്നോട്ട് പോകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 4 മണിക്ക് ഈ വാർത്തയുടെ തുടർച്ചയുമായി നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്.